നിങ്ങള് ഞങ്ങളുമായി പങ്കുവെച്ച ആ ഒരു ചെറിയ കഥയില്ലേ, പാതിരാത്രിയിലെ പുകയിലക്കാറ്റും മണ്ണുണ്ണി യന്ത്രത്തിന്റെ ഗർജനവും, അത് വായിച്ചു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാല് കുറേ നേരത്തേക്ക് അതങ്ങനെ മനസ്സിൽ നിന്നു. ചാത്തൻ എന്നൊരാള് കാട്ടിലെ ആനയുടെയും പുലിയുടെയും പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നാട്ടിലെ നിയമത്തിൽ അഭയം തേടി വരുന്നു. പക്ഷെ ഇവിടെ അയാൾക്ക് നേരിടേണ്ടി വരുന്നത് അതിനേക്കാൾ ഭീകരമായ ഒരനുഭവമാണ്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണക്കാരന്റെ കഥയാണെന്ന് തോന്നാം. പക്ഷെ ഒന്നുകൂടി ആലോചിച്ചാൽ വികസനം, നിയമം, മനുഷ്യത്വം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലുള്ള ചില ചോദ്യങ്ങൾ ഇത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ കഥയുടെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? തീർച്ചയായും. ആ കഥയുടെ ഏറ്റവും വലിയ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിന്റെ ആ ലാളിത്യം തന്നെയാണ്. അതെ അതെ, വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, അല്ലേ? ഒരു ലളിതമായ പശ്ചാത്തലം, ചാത്തൻ, അധികാരി, നാട്ടുകാർ. പക്ഷെ അത് ചർച്ച ചെയ്യുന്ന വിഷയം വളരെ വലുതാണ്. വിഷയം വളരെ വലുതാണ്. ഇവിടെ കഥാപാത്രങ്ങളെക്കാൾ പ്രധാനം അവർ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങൾക്കാണ്. ഈ കഥ നമ്മളെ എങ്ങനെയാണ് ചിന്തിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് രസകരമായിരിക്കും. അതെ, നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കഥയുടെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ചാത്തനോട് നമുക്കൊരു സഹതാപം തോന്നും. കാട്ടിൽ ആന ഇറങ്ങുന്നതിന്റെയും പുലി ഇറങ്ങുന്നതിന്റെയും ഭയപ്പാടിലാണ് അയാൾ ജീവിക്കുന്നത്. എല്ലാ ദിവസവും ജീവൻ കയ്യിൽ പിടിച്ചുള്ളൊരു ജീവിതം. അതെ, അതിൽ നിന്നുള്ള ഒരു മോചനമായാണ് അയാൾ നാടിനെ കാണുന്നത്. അധികാരികൾ കനിഞ്ഞു നൽകിയ ഒരിത്തിരി ഭൂമിയിൽ ഒരു കൂര വെക്കുമ്പോൾ അയാളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആശ്വാസം എന്തായിരിക്കും? ഇന്ന് രാത്രി ആനയെ പേടിക്കാതെ സമാധാനമായി ഒന്ന് ഉറങ്ങാമല്ലോ. ആ ഒരൊറ്റ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാനപരമായ ഒരു രാത്രിയിലെ ഉറക്കം, അത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ്. ശരിയാണ്. കഥാകൃത്ത് ആദ്യം തന്നെ ആ അടിസ്ഥാനപരമായ ആവശ്യത്തെ അവിടെ സ്ഥാപിക്കുകയാണ്. ചാത്തന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു കോടീശ്വരനാകാനോ വലിയ വീട് വയ്ക്കാനോ ഒന്നുമല്ല. പേടിയില്ലാതെ ഒന്ന് ഉറങ്ങണം. അതെ, ആ ചെറിയ ന്യായമായ ആഗ്രഹമാണ് പിന്നീട് നിഷേധിക്കപ്പെടുന്നത്. അപ്പോഴാണ് ആ ആഘാതത്തിന്റെ വലിപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുക. അതെ, ആ സമാധാനത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കഥയിലെ ഏറ്റവും നിർണായകമായ ആ രാത്രിയിലെ രംഗം, കാട്ടാനയുടെ ചിഹ്നം വിളിയേക്കാൾ ഭീകരമായ ഒരു ശബ്ദം കേട്ടാണ് ചാത്തൻ പുറത്തിറങ്ങുന്നത്. അതൊരു മൃഗത്തിന്റെ ശബ്ദമല്ല, ഒരു യന്ത്രത്തിന്റെ ഇരമ്പലാണ്. നാട്ടുകാർ മണ്ണുണ്ണി യന്ത്രം എന്ന് വിളിക്കുന്ന ആ ബുൾഡോസർ, അതും പാതിരാത്രിക്ക്. അപ്പോൾ അയാൾ ചോദിക്കുന്ന ആ ചോദ്യമുണ്ടല്ലോ, തമ്പുരാനെ, നേരം വെളുത്തിട്ടില്ലല്ലോ, എന്റെ കുടിലിൽ കുട്ടികൾ ഉറങ്ങുകയല്ലേ? അതിലൊരു മനുഷ്യന്റെ നിസ്സഹായത മുഴുവനുമുണ്ട്. ആ മണ്ണുണ്ണിയന്ത്രം എന്ന പ്രയോഗം തന്നെ എത്ര ശക്തമാണെന്ന് നോക്കൂ. അത് വെറുമൊരു യന്ത്രമല്ല, അതൊരു അധികാര രൂപമാണ്. അതെ, അതിനൊരു മുഖമില്ല, അതിനോട് സംസാരിക്കാനോ ദയാചിക്കാനോ കഴിയില്ല. പിന്നെ ആ സമയം, അർദ്ധരാത്രി, മനുഷ്യൻ ഏറ്റവും ദുർബലനായിരിക്കുന്ന സമയം, പ്രതിരോധശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം. ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ സമയത്ത് കടന്നുവരുന്നത് ഒരു തരം, എന്താ പറയാ, ഭീരുത്വമാണ്. എന്തുകൊണ്ടവർക്ക് നേരം വെളുക്കാൻ കാത്തുനിന്നുകൂടാ എന്ന ചോദ്യം തന്നെയാണ് ആ ഭരണകൂടത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് ഈ കഥയോട് ഏറ്റവും അടുപ്പം തോന്നിയൊരു ഭാഗം വരുന്നത്. ആ അധികാരിയുടെ മറുപടി. ഇവിടെ പണ്ട് ആനയെ തളയ്ക്കാൻ ഒരു വലിയ മൈതാനമുണ്ടായിരുന്നുവെന്ന് രേഖകളിലുണ്ട്. അതുകൊണ്ട് ഇത് പൊളിച്ചു നീക്കണം. ഒരു മനുഷ്യനും അയാളുടെ കുടുംബവും ഉറങ്ങിക്കിടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിനു മുന്നിൽ എപ്പോഴോ എഴുതപ്പെട്ട ഒരു രേഖയെ ഉയർത്തിക്കാണിക്കുകയാണ്. അതെ, അവിടെയാണ് കഥ അതിന്റെ കാതലിലേക്ക് കടക്കുന്നത്. ആ മറുപടി കേട്ട് ചാത്തൻ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ ഈ കഥയുടെ മുഴുവൻ സത്തും ആ ചോദ്യത്തിലുണ്ട്. തമ്പുരാനേ, ഞാൻ കാട്ടിൽ നിന്ന് വന്നവനാണ്. കാട്ടിലെ വന്യമൃഗങ്ങൾ പോലും ഇര തേടുന്നത് പകലാണ്. ഇര ഉറങ്ങുമ്പോൾ അവയെ ആക്രമിക്കരുതെന്ന് കാട്ടിലെ പ്രമാണമല്ലേ? ഈ നാട്ടിൽ മനുഷ്യർ ഉറങ്ങുമ്പോഴാണോ വികസനം വരുന്നത്? നിയമത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത കാട്ടിൽ നിന്ന് വന്നൊരാൾ നാട്ടിലെ നിയമം നടപ്പാക്കാൻ വന്നവരോട് നീതിയുടെ അടിസ്ഥാന പാഠം പറഞ്ഞുകൊടുക്കുകയാണ്. അവിശ്വസനീയമായ ഒരു രംഗമാണത്. ഇവിടെയാണ് നിയമത്തിന്റെ ആത്മാവും അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നത്. അധികാരി മുറുകെ പിടിക്കുന്നത് നിയമത്തിന്റെ അക്ഷരങ്ങളെയാണ്. രേഖയിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇത് നിയമവിരുദ്ധമാണെന്ന്. അതെ, എന്നാൽ ചാത്തൻ സംസാരിക്കുന്നത് നിയമത്തിന്റെ ആത്മാവിനെക്കുറിച്ചാണ്. എന്തിനാണൊരു നിയമം? അത് മനുഷ്യരുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയല്ലേ? ഒരു കുടുംബത്തെ പാതിരാത്രിയിൽ തെരുവിലേക്ക് ഇറക്കിവിടാനാണ് ഒരു നിയമം ഉപയോഗിക്കുന്നതെങ്കിൽ ആ നിയമം അതിന്റെ അടിസ്ഥാന ഉദ്ദേശത്തിൽ തന്നെ പരാജയപ്പെട്ടു പോയില്ലേ?
ആ ചോദ്യമാണ് ചാത്തൻ വളരെ ലളിതമായി ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ചിന്തിച്ചു പോവും, ഏതാണ് കൂടുതൽ പേടിക്കേണ്ടത്? പ്രവചിക്കാൻ പറ്റുന്ന കാടിനെയാണോ, അതോ ഒരു മര്യാദയുമില്ലാത്ത നിയമം നടപ്പാക്കുന്ന ഈ നാടിനെയാണോ? ശരിയാണ്, നമ്മൾ കാട്ടുനീതി എന്ന വാക്കുപയോഗിക്കുന്നത് ക്രൂരതയുടെ പര്യായമായിട്ടാണ്. അതെ. പക്ഷേ ഇവിടെ കഥ പറയുന്നത് ആ കാടിനു പോലും അതിൻ്റെതായ ഒരു ധാർമ്മിക നിയമസംഹിതയുണ്ടെന്നാണ്. ചാത്തൻ പറയുന്ന ആ കാട്ടിലെ നിയമം അതിജീവനത്തിന്റെ നിയമമാണ്. അവിടെ ഇരയും വേട്ടക്കാരനുമുണ്ട്. ഉണ്ട്. പക്ഷേ ആ വേട്ടയ്ക്ക് പോലും ഒരു മര്യാദയുണ്ട്. ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമിക്കരുത് എന്നത് ഒരുതരം ബഹുമാനമാണ്. എന്നാൽ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യത്വത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന ഒന്നായി മാറുന്നു. അത് രേഖകളെയും ചട്ടങ്ങളെയും മാത്രമേ കാണുന്നുള്ളൂ. അതെ, അതിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്ന മനുഷ്യരെ കാണുന്നില്ല. നിയമം മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് പകരം മനുഷ്യനെ ശിക്ഷിക്കാനുള്ളൊരു ഉപകരണമായി മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ചാത്തൻ. ആ രാത്രിക്ക് ശേഷം വരുന്ന പ്രഭാതവും വളരെ പ്രധാനപ്പെട്ടതാണ്. ചാത്തന്റെ ഗൂര ഒരു മൺകൂന മാത്രമായി മാറിയിരിക്കുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാർ വരുന്നു. അവർ പലതും പറയുന്നു. അതൊരു കയ്യേറ്റമായിരുന്നു, അവൻ നിയമം ലംഘിച്ചു, സർക്കാർ ഭൂമിയിൽ കയറിയാൽ ഇങ്ങനെയിരിക്കും. എല്ലാവരും നിയമത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ആരും നീതിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ആരും ചോദിക്കാത്ത ആ ചോദ്യമാണ് കഥയുടെ കാതൽ, അല്ലേ? അതെ, അതൊരു കയ്യേറ്റമായിരിക്കാം. പക്ഷെ അർദ്ധരാത്രിയിൽ ഒരു കുടുംബത്തെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഇറക്കിവിടാൻ ഏത് നിയമമാണ് അധികാരം നൽകിയത്? എന്നൊരു അനീതി കാണുമ്പോൾ ഇരയുടെ ഭാഗത്തും എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കണ്ടെത്തി ആ അനീതിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹിക പ്രവണതയുണ്ട്. അതൊരു തരം മാനസികമായ പ്രതിരോധം പോലെ. നിസ്സാരവൽക്കരിക്കുകയാണ്. നമുക്ക് സ്വയം സമാധാനിക്കാം, ഞാൻ നിയമം ലംഘിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിത് സംഭവിക്കില്ല എന്ന്. പക്ഷേ ഒരു സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അവർക്ക് പേടിയുണ്ടാവില്ലേ? ചാത്തൻ കയ്യേറിയതുകൊണ്ടല്ലേ പൊളിച്ചത് എന്ന് പറയുന്നത് ഒരുപക്ഷേ അവരുടെ നിസ്സഹായതയിൽ നിന്ന് വരുന്ന ഒരു ന്യായീകരണമാവില്ലേ? ആവാം. അനീതിക്കെതിരെ ശബ്ദിച്ചാൽ അടുത്ത ബുൾഡോസർ വരുന്നത് തങ്ങളുടെ വീട്ടുമുറ്റത്തേക്കായിരിക്കുമോ എന്ന ഭയം അവരെ നിശബ്ദരാക്കുന്നതാവില്ലേ? അത് വളരെ ശരിയായൊരു നിരീക്ഷണമാണ്. അത് നിസ്സംഗത എന്നതിലുപരി ഭയത്തിൽ നിന്നുണ്ടാകുന്ന നിശബ്ദതയാകാം. ചാത്തനുവേണ്ടി സംസാരിച്ചാൽ താനും ഒരു നിയമലംഘകനായി ചിത്രീകരിക്കപ്പെടുമോ എന്ന പേടി. പക്ഷേ കഥ മുന്നറിയിപ്പ് തരുന്നത് ഈ നിശബ്ദതയുടെ അപകടത്തെക്കുറിച്ചാണ്. നാളെ ബുൾഡോസറിന്റെ വഴിമാറുന്നത് നമ്മുടെ വീടിന് വേറെയാകാം എന്ന വാചകം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായും. ഇന്ന് ചാത്തനുവേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി സംസാരിക്കാനും ആരുണ്ടാകില്ല. ആ നിശബ്ദതയാണ് യഥാർത്ഥത്തിൽ ബുൾഡോസറിന് ഇന്ധനം നൽകുന്നത്. ഇത് കേവലം ആ കഥയിലെ നാട്ടുകാരുടെ മാത്രം കാര്യമല്ലല്ലോ. നമ്മൾ കാണുന്ന പല കുടിയൊഴിപ്പിക്കൽ വാർത്തകളിലും ഇത് സംഭവിക്കാറുണ്ട്. അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കി എന്ന തലക്കെട്ടിനപ്പുറം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ശരിയാണ്. മാധ്യമങ്ങൾ പലപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഷ്യമാണ് നമുക്ക് തരുന്നത്. കയ്യേറ്റം, അനധികൃതം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ആ പ്രവൃത്തി അവർ നിയമപരമായി സാധൂകരിക്കുന്നു. പക്ഷേ ഒരു ജനാധിപത്യത്തിൽ നിയമപരമായ സാധുത മാത്രം മതിയോ? അതിനൊരു മനുഷ്യത്വപരമായ മുഖം വേണ്ടേ? ആ ചോദ്യം ചോദിക്കാൻ സമൂഹം തയ്യാറാകാത്തിടത്തോളം കാലം ഇത്തരം മണ്ണുണ്ണിയന്ത്രങ്ങൾ ഇരമ്പിക്കൊണ്ടേയിരിക്കും. ആ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചാത്തൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. അതാണ് ഈ കഥയുടെ ആത്മാവ് എന്ന് എനിക്ക് തോന്നുന്നു. കയ്യിലൊരു പഴയ പായയും കിണ്ടിയുമായി തെരുവിൽ നിൽക്കുമ്പോൾ അയാൾ ഓർക്കുകയാണ്, കാട്ടിൽ ആന ഇറങ്ങുമ്പോൾ കുറഞ്ഞപക്ഷം മരങ്ങളൊടിയുന്ന ശബ്ദമെങ്കിലും കേൾക്കാമായിരുന്നു. ഇവിടെ നാടിന്റെ വികസനത്തിന് ശബ്ദമില്ല, വെറും ഇരമ്പൽ മാത്രം. ആ താരതമ്യം അസാധാരണമാണ്. ആ രണ്ടു വാക്കുകൾ, ശബ്ദം, ഇരമ്പൽ. മരങ്ങൾ ഒടിയുന്ന ശബ്ദം എന്നത് വളരെ വ്യക്തമായ ഒന്നാണ്. അതൊരു അപകടത്തിന്റെ സൂചനയാണ്, ഒരു മുന്നറിയിപ്പാണ്. ആ ശബ്ദം കേട്ടാൽ ഓടി രക്ഷപ്പെടാനോ ഒളിക്കാനോ ഒരു അവസരമുണ്ട്. അതെ, പ്രകൃതി നൽകുന്ന ഒരു വാണിംഗ് സിഗ്നലാണ്. എന്നാൽ ഇരമ്പൽ അങ്ങനെയല്ല. അതൊരു അവ്യക്തമായ, എവിടെ നിന്നാണ് വരുന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അറിയാത്തൊരു മുഴക്കമാണ്. അത് നമ്മെ വിഴുങ്ങിക്കളയുന്ന, നമ്മുടെ ചെറിയ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്ന്. കൃത്യമായി. അപ്പോൾ കാട്ടിലെ ആന ഒരു വ്യക്തമായ ഭീഷണിയാണ്. അതിനെ നേരിടാനൊരു വഴിയുണ്ടാവാം. എന്നാൽ നാടിന്റെ വികസനത്തിന്റെ ഇരമ്പൽ എന്നത് മുഖമില്ലാത്ത, ദിശാബോധമില്ലാത്ത ഒരു ഭീഷണിയാണ്. അതിൽ നിന്ന് ഓടിയൊളിക്കാൻ ഒരു സ്ഥലവുമില്ല. ആ ഇരമ്പൽ നമ്മൾ വികസനമെന്ന് വിളിക്കുന്ന വലിയ പദ്ധതികളുടെ, ബ്യൂറോക്രസിയുടെ, നിയമവ്യവസ്ഥയുടെയൊക്കെ ആകത്തുകയാണ്. ആ വലിയ ഇരമ്പലിനിടയിൽ
ചാത്തനെ പോലുള്ളവരുടെ നിലവിളികൾ ആരും കേൾക്കുന്നില്ല. ഇത് നമ്മളെ ആ അടിസ്ഥാനപരമായ ചോദ്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു. ആർക്കു വേണ്ടിയാണ് ഈ വികസനം? ആരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടാണ് ഈ വികസനം വരുന്നത്? ഈ കഥയുടെ ഉപസംഹാരത്തിൽ പറയുന്നത് പോലെ വികസനമെന്നത് ജനങ്ങൾക്ക് വേണ്ടിയാകണം. പാതിരാത്രിയിലെ ബുൾഡോസർ നീതി ഒരു ജനാധിപത്യത്തിന്റെ ശവക്കല്ലറയാണ് പണിയുന്നതെന്ന ശക്തമായ പ്രസ്താവനയോടെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ ചാത്തന്റെ ഈ ചെറിയ കഥയിലൂടെ നമ്മൾ സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ ചില ആശയങ്ങളെക്കുറിച്ചാണ്. കാട്ടിലെയും നാട്ടിലെയും നിയമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒരു അനീതി കാണുമ്പോൾ ഒരു സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നു എന്നത്, പിന്നെ വികസനത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കാട്ടിലൊരു ക്രമമുണ്ട്, എന്നാൽ നിയമം നടപ്പാക്കേണ്ടവർ തന്നെ ക്രമം തെറ്റിക്കുമ്പോൾ നാട് കാടിനേക്കാൾ അപകടകരമായ ഒരിടമായി മാറുന്നു. തീർച്ചയായും ഈ കഥ ഒരുപക്ഷെ ഡൽഹിയിലോ മറ്റെവിടെയെങ്കിലുമോ നടന്ന ഒരു കുടിയൊഴിപ്പിക്കലിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതായിരിക്കാം. പക്ഷേ അതിനെ ചാത്തന്റെ കഥയാക്കി മാറ്റിയതിലൂടെ അത് ഏതൊരു ദേശത്തും കാലത്തും പ്രസക്തമുള്ള ഒന്നായി മാറുന്നു. അതെ, നിയമലംഘനം എന്ന ഒറ്റവാക്കിൽ ഒരു കുടിയൊഴിപ്പിക്കലിനെ ഒതുക്കി നിർത്താതെ അതിലെ മനുഷ്യത്വപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ കഥ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കഥയിൽ തകർക്കപ്പെടുന്നത് ചാത്തന്റെ മൺകുടിലാണ്, അതായത് അയാളുടെ ഭൗതികമായ ഒരു വീട്. അതെ. എന്നാൽ ഇതുപോലെ അർദ്ധരാത്രികളിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു ശബ്ദവുമില്ലാതെ വെറും ഇരമ്പലോടെ തകർക്കപ്പെടുന്ന മറ്റെത്രയെത്ര വീടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെയൊക്കെ സുരക്ഷിതത്വബോധം എന്ന വീട്, നിയമവ്യവസ്ഥയിലുള്ള നമ്മുടെ വിശ്വാസം എന്ന വീട്, നീതി ലഭിക്കുമെന്നുള്ള നമ്മുടെ പ്രതീക്ഷ എന്ന വീട്, അങ്ങനെയുള്ള എത്രയെത്ര മാനസികമായ അഭയകേന്ദ്രങ്ങൾ ഒരുപക്ഷെ ഓരോ ദിവസവും ആ മണ്ണുണ്ണി യന്ത്രത്തിന്റെ ഇരമ്പലിൽ തകർന്നു വീഴുന്നുണ്ടാകാം.